ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തഫ്ഹീമുൽ ഖിറാഅത്തിലെ ഫസ്റ്റത്തെ ആമീൻ എന്ന ചാപ്റ്റർ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ മാതൃക ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ വീഡിയോസിലുള്ള ചോദ്യപേപ്പറിന്റെ PDF ഫോട്ടോസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ അതിന്റെ അവസാനം പറയാം. അപ്പൊ ഫസ്റ്റ് ഭാഗത്ത് എന്താ വരുന്നത്? ചിത്രങ്ങൾ വരുന്നുണ്ട്, അതിന്റെ പേരുകളും വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എന്താ വന്നത്? ഇറം. ഇറം ഇറം എന്നത് അതിന്റെ ചിത്രം എന്താണ്? മൂന്നാമത്തെ കള്ളിയിലെ ചിത്രമാണ് അല്ലെ. നമ്മള് മയിൽക്കുറ്റി പഴയ കാലത്ത് റോഡിന്റെ സൈഡിലൊക്കെ കിലോമീറ്ററുകളൊക്കെ എഴുതിയിരുന്നത് ഇതിന്റെ മേലെയാണ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ കള്ളിയിലേക്ക് ഇറം എന്നത് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് റെഡ് ലൈന് വരച്ച് മാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഉസിൻ. ഉസിൻ എന്തിനാണ് ഉസിൻ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചില്ല, ചെവിക്കാണ്. ചെവിക്കാണ് ഉസിൻ എന്ന് പറയാ. അപ്പൊ നമുക്ക് നാലാമത്തെ ചിത്രമായ ചെവിയുടെ ചിത്രമുണ്ട്, അതിലേക്ക് ഗ്രീൻ ലൈന് വരച്ചു കൊടുക്കാം. അപ്പോ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? കഅസ്. കഅസ്. അപ്പൊ അത് കഅസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കപ്പ് അല്ലെ. നമ്മള് ചായ ഒക്കെ കുടിക്കുന്ന കപ്പ്. അപ്പൊ നമുക്ക് അവിടേക്ക് ബ്ലൂ ലൈനിൽ അഞ്ചാമത്തെ കള്ളിയിലാണ് അല്ലെ കപ്പിന്റെ ചിത്രം, അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. അടുത്തത് എന്താ വരുന്നത്? ലു 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 എന്താണ്? ചിപ്പിയും മുത്തും അല്ലെ. അപ്പൊ അത് രണ്ടാമത്തെ ചിത്രമാണ്, അതിലേക്ക് നമുക്ക് ബ്ലാക്ക് ലൈന് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ആമീൻ. ആമീൻ നമ്മള് ദുആ ചെയ്യുമ്പോൾ കൈ പിടിക്കുന്ന പാഠഭാഗത്തിൽ കാണിച്ച ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഒന്നാമതായിട്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം. ആമീൻ ഒന്നാമത്തെ ചിത്രം തന്നെ അല്ലെ. അപ്പൊ നമുക്ക് അവിടെ പിങ്ക് കളർ ഉപയോഗിച്ച് ലൈൻ വരയ്ക്കാം. അടുത്തത് എന്താണ്? താഴെയുള്ള അക്ഷരങ്ങളുടെ പേര് പറയണം. അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ ചുവപ്പ് കളറിൽ റൗണ്ട് ചെയ്തത് ഏതാണ് അക്ഷരം? എല്ലാരും ഒന്ന് പറഞ്ഞോട്ടെ. എന്താണ്? ഇ. ഇ എന്ന അക്ഷരമാണ് അല്ലെ. അപ്പൊ നമുക്കവിടെ ഇ എന്ന് വായിക്കാം. അടുത്തത് എന്താണ്? ഞാൻ ഗ്രീന് കളർ റൗണ്ട് ചെയ്തത് ആ. അലിഫിനെ നീട്ടാന് മുകളിൽ മദ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളൊന്ന് അലിഫിനെ നീട്ടി പറയണം. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ബ്ലൂ ലൈന് റൗണ്ട് ചെയ്തത്, ബ്ലൂ കളർ റൗണ്ട് ചെയ്തത് ഉ. നമ്മള് ഉദുൻ പഠിച്ച ഉ. ഓക്കെ. അടുത്ത റെഡ് റൗണ്ട് എന്താണ്? ഹംസക്ക് ഫതഹ് ഇട്ട അ, അതിനെ ഫതഹിനെ അലിഫ് കൊണ്ട് നീട്ടുന്നു. എന്ന് നീട്ടാം അല്ലെ. അടുത്തതാ ബ്ലൂ റൗണ്ട് ചെയ്തത് എന്താണ്? എല്ലാരും ഒന്ന് വായിച്ചാട്ടെ. ബ. അപ്പൊ എല്ലാവർക്കും അക്ഷരങ്ങളൊക്കെ അറിയാലോ അല്ലെ. അപ്പൊ നമ്മള് ഇതുവരെ ആയിട്ട് പഠിച്ച അക്ഷരങ്ങൾ മാത്രമാണല്ലേ അവിടെ വന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ടിക്ക് ചെയ്താൽ എത്ര മാർക്ക് കിട്ടും? അതൊക്കെ വായിച്ചു കൊടുത്താല് 10 മാർക്ക് അവിടെ ലഭിക്കും. അടുത്തത് എന്താണ്? നമുക്ക്
എന്നതിന് മുകളിൽ വട്ടം വരച്ചു കൊടുക്കണം. താഴെയുള്ള കള്ളികളിലൊക്കെ ഓരോ വേർഡ്സുകൾ നമ്മൾ പഠിച്ച ഓരോ വേർഡ്സുകൾ വന്നിട്ടുണ്ട് അല്ലേ? അതില് ഊ എന്നതിന് നമ്മൾ വട്ടം വരച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് തന്നെ ഉഹുദൻ, ഉഹുദൻ, ഉഹുദൻ എന്നതിന് ഫസ്റ്റ് ഊന് റൗണ്ട് ചെയ്ത് നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതുപോലെ ബാക്കിയുള്ള കള്ളികളിൽ ഊ വന്നത് നമ്മൾ വട്ടം വരയ്ക്കണം. അപ്പൊ അവിടെ രണ്ടാമത്തെ കള്ളിയിൽ എന്താ വന്നത്? ഉറബുൻ അല്ലെ? ഉറബുൻ എന്നതിൽ ഫസ്റ്റ് ഊ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു വട്ടം വരയ്ക്കാം. അടുത്തത് അസറുൻ, അസറുൻ എന്നാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വന്നത് ആ ആണ്, അതിൽ ഊ ഇല്ല അല്ലെ? അപ്പൊ അവിടെ റൗണ്ട് ചെയ്യണ്ട അല്ലെ? നമുക്ക് ഊ എന്ന അക്ഷരത്തിന് മാത്രമാണ് വട്ടം വരയ്ക്കേണ്ടത്. ഓക്കെ. അപ്പൊ അടുത്ത കള്ളിയിൽ എന്താ വായിക്കുക? ഉസ്റുൻ, ഉസ്റുൻ. അപ്പൊ അവിടെ ആദ്യത്തെ അക്ഷരം തന്നെ നമുക്ക് വന്നത് ഊ എന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ റൗണ്ട് വരച്ചു കൊടുക്കാം. അടുത്തത് എന്താണ്? അബുൻ, അബുൻ എന്നതിൽ ആ എന്നാണ്, ഊ ഇല്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. അടുത്തത് എന്താണ്? അടുത്തത് ഇനി ഉമ്മുൻ, ഉമ്മുൻ. അപ്പോൾ അവിടെ ആദ്യത്തത് ഊ എന്നതാണ് അല്ലേ? അപ്പം നമുക്കവിടെ വട്ടം വരച്ചു കൊടുക്കാം. അപ്പം എത്രയാണ് അവിടെ വന്ന വർക്ക്, അത്രയും ശരിയാക്കി ചെയ്താൽ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നോക്കി വായിക്കാനാണ്. താഴെയുള്ള കള്ളികളിലുള്ള അക്ഷരങ്ങൾ നോക്കി വായിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ഒന്നാമത്തെ അക്ഷരം തന്നെ? എന്താണ്? ഞാൻ ഗ്രീൻ അണ്ടർലൈൻ ചെയ്ത അക്ഷരം നമുക്ക് വായിക്കാം. ആ. എന്താ വായിക്കുക? ആ. ബ്ലൂ അണ്ടർലൈൻ ചെയ്തത് എന്താണ്? ഊ. ഊ. ഒക്കെ നീട്ടാനുള്ള അക്ഷരങ്ങളാണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി അടുത്ത പിങ്ക് അണ്ടർലൈൻ ചെയ്തത് എന്താണ്? ഈ. ഈ. അടുത്തതാ ഗ്രീൻ അണ്ടർലൈൻ ചെയ്തത് അൻ. അംസക്ക് ഫതഹ് തൻവീൻ, ഫതഹ് തൻവീൻ ഇട്ടാണ് അല്ലേ? അൻ, അൻ. അടുത്ത ഗ്രീന് ഇൻ, ഇൻ. എന്താണ്? ഇൻ. അപ്പോൾ അതൊക്കെ അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം പാഠഭാഗത്തിൽ പഠിക്കുമ്പോൾ തന്നെ കേട്ടോ. അപ്പോഴാണ് നമുക്കിതുപോലെ എക്സാമിന് വന്നാൽ വായിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അക്ഷരങ്ങളൊക്കെ നന്നാക്കി എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ് നിങ്ങൾക്ക് വരുന്നത്? ഇനി അടുത്തത് എന്താണ് നമുക്കിവിടെ വായിച്ചു കൊടുക്കാൻ വന്നത്? തൻവീനുകളാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഫതഹ തൻവീൻ, ലമ്മ തൻവീൻ, കസ്ര തൻവീൻ. ഫതഹ് തൻവീൻ, ലമ്മ തൻവീൻ, കസ്ര തൻവീൻ. ഞാൻ റെഡ് റൗണ്ടിൽ ചെയ്തതാണ് വായിച്ചത്. അടുത്തതാ ഇനി താഴെ ഹർക്കത്തുകളാണ്. ഹർക്കത്തുകൾ ഗ്രീൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിക്കാം. എന്താണ്? ഫതഹ, ലമ്മ, കസറ്. ഫതഹ, ലമ്മ, കസറ്. അവസാനം രണ്ടും സുക്കൂനുകൾ തന്നെ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 രീതിയിലുള്ള സുക്കൂനുകൾ. അപ്പോൾ അവസാനം രണ്ടും സുക്കൂനുകൾ. ഫതഹ, ലമ്മ, കസ്ര, സുക്കൂന്, സുക്കൂന്. അപ്പോൾ അത് ഇങ്ങനെ മനസ്സിലാക്കി എല്ലാവരും വായിച്ചെടുക്കുക. ഓരോന്നിനും 5 മാർക്ക് വീതമുണ്ട് നോക്കി വായിച്ചാൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF വേണ്ടവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അവർക്ക് ഞാൻ PDF അയച്ചെടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് പ്രിൻ്റ് എടുത്ത് കുട്ടികൾക്ക് പരീക്ഷ എഴുതി പരിശീലിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ അറിയാമല്ലോ എല്ലാവർക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. 82 89 89 29 85. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. മക്കൾക്ക് എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക, പ്രാക്ടീസാക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.